പഹൽഗാമിലെ തീവ്രവാദ ആക്രമണം നമ്മൾ ആരും മറന്നിട്ടില്ല. ഈ ഒരു തീവ്രവാദ ആക്രമണത്തിന് ഇന്ത്യ കൊടുത്ത മറുപടിയാണ് മെയ് 2025 ഓപ്പറേഷൻ സിന്ദൂർ. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ മറുപടി ഈ ഒരു ആക്രമണത്തിൽ ഒതുക്കരുതെന്നും പാകിസ്ഥാനെതിരെ യുദ്ധം വേണമെന്നും ഇന്ത്യ ആണവായുധങ്ങൾ പ്രയോഗിക്കണമെന്നുമുള്ള മുറവിളി പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണ്. അതായത് രണ്ട് രാജ്യങ്ങളുടെ കയ്യിലും ആണവായുധങ്ങളുണ്ട്. അങ്ങനെ ആണവ ശക്തികൾ തമ്മിൽ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിന് അവസാനം ഒരിക്കലും ഒരു വിജയി ഉണ്ടാകില്ല. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ലോകത്ത് 13,400-ലധികം ആണവായുധങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നുവരെ ഏകദേശം 2000-ലധികം ആണവ പരീക്ഷണങ്ങളും ലോകത്താകമാനം നടന്നിട്ടുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു സായുധ സംഘടനത്തിൽ ആണവായുധം പ്രയോഗിച്ചിട്ടുള്ളൂ. അത് 1945 രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ്. രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ അവസാനത്തോടടുത്തപ്പോൾ 1945 ഒരു ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ നഗരമായ ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബ് വർഷിക്കുന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷം ജപ്പാനിലെ മറ്റൊരു നഗരമായിട്ടുള്ള നാഗസാക്കിയെയും, അതായത് ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയെയും മറ്റൊരു ആറ്റം ബോംബ് വിഴുങ്ങുന്നുണ്ട്. എറൗണ്ട് ദ വേൾഡ് സീരീസിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിന് കാരണമായ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിലേക്ക് നയിച്ച ഹിരോഷിമ നാഗസാക്കിയിലെ അണുബോംബ് ആക്രമണത്തെപ്പറ്റി നമുക്കറിയാം. നമുക്കറിയാം 1939 സെപ്റ്റംബർ മാസമാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. ലോകം 2 ചേരികളിലായി തിരിഞ്ഞ്, അതായത് അലൈഡ് പവർ, ആക്സിസ് പവർ എന്നീ ചേരികളായി തിരിഞ്ഞാണ് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത്. യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സോവിയറ്റ് യൂണിയൻ, പിന്നെ ചൈന എന്നീ രാജ്യങ്ങളാണ് പ്രധാനപ്പെട്ട അലൈഡ് രാജ്യങ്ങൾ. ഇവർക്കെതിരെ നിന്ന ആക്സിസ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തികളിലെ പ്രധാനികളായിരുന്നു ഹിറ്റ്ലർ നയിച്ച ജർമ്മനി, ബെനിറ്റോ മുസോളിനി നയിച്ച ഇറ്റലി, പിന്നെ ജപ്പാൻ. അതായത് ഹിരോഹിത്തോ ചക്രവർത്തി നയിച്ച ജപ്പാൻ ഈ ഒരു യുദ്ധത്തിൽ ജർമ്മനിയുടെയും ഇറ്റലിയുടെയും കൂടെയായിരുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് ഏകദേശം 1 വർഷം മുൻപ്, അതായത് ഡിസംബർ 1938 ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം നടക്കുന്നുണ്ട്. അതാണ് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ അണുവിഘടനം. അതായത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസ് 2ഓ അതിലധികമോ ന്യൂക്ലിയസുകളായി വിഭജിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ എനർജി അഥവാ ഊർജ്ജം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ചെയിൻ റിയാക്ഷൻ അങ്ങനെ നടക്കുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്ന ഊർജ്ജമാണ് ഒരു ആറ്റം ബോംബിൻ്റെ ശക്തിക്ക് പിന്നിൽ. 1938-39 ഓട്ടോ ഹാൻ, ഫ്രിറ്റ്സ് സ്ട്രാസ്മാൻ, ലൈസ് മെയ്റ്റ്നർ, ഓട്ടോ റോബർട്ട് ഫ്രിഷ് എന്നിവരാണ് ഈ ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത്. ഒരു ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷനും അപ്പുറത്തേക്കുള്ള അനന്തമായ സാധ്യതയാണ് ഈ കണ്ടുപിടുത്തം ലോകത്തിന് മുന്നിൽ തുറന്നു വെച്ചത്. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ ഓട്ടോ ഹാനും സ്ട്രാസ്മാനും ജർമ്മൻ സയൻറ്റിസ്റ്റുകളായിരുന്നു. ഇവരുടെ ഈ കണ്ടുപിടുത്തത്തെ തുടർന്ന്, ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള ആശയത്തെ തുടർന്ന് നാസി ജർമ്മനി ന്യൂക്ലിയർ ഫിഷൻ്റെ സൈനിക സാധ്യതകളെപ്പറ്റി പഠിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ജർമ്മൻ ന്യൂക്ലിയർ പ്രോഗ്രാം അഥവാ ജർമ്മൻ ആണവ പദ്ധതി ആരംഭിക്കുന്നത്. അതായത് ലോകത്ത് ആദ്യമായി ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാനുള്ള സാധ്യത ജർമ്മനിക്ക് മുന്നിൽ വഴി തുറക്കുന്നു. ഇത് ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടുന്ന അലൈഡ് പവേഴ്സിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് ഇതേ സമയം 1939 ഓഗസ്റ്റ് മാസം അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് ഒരു കത്ത് കിട്ടുന്നുണ്ട്. സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ കത്ത് എഴുതിയത് എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ന്യൂക്ലിയർ ഫിഷൻ എന്ന ആശയം ഉപയോഗിച്ച് ലോകത്ത് വൻതോതിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആയുധങ്ങൾ ഒരുപക്ഷേ നാസി ജർമ്മനി നിർമ്മിച്ചേക്കാമെന്നാണ്. ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് അമേരിക്കയുടെ അറ്റോമിക് പ്രോഗ്രാമിന് അംഗീകാരം നൽകുന്നുണ്ട്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും ഈ പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുന്നുണ്ട്. 1930-കളിൽ തന്നെ ഇമ്പീരിയൽ ജപ്പാൻ ഏഷ്യ പസഫിക്കിലെ പല പ്രദേശങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ ഒരു സാമ്രാജ്യം വലുതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ അവർ ജർമ്മനിയും ഇറ്റലിയും അടങ്ങുന്ന ആക്സിസ് പവേഴ്സ് അഥവാ റോം, ബെർലിൻ, ടോക്കിയോ എന്ന അച്ചുതണ്ട് സഖ്യത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇതേ തുടർന്ന് ഏഷ്യ പസഫിക്കിലെ അമേരിക്കയും ബ്രിട്ടനും കൈവശം വച്ചിരുന്ന പല പ്രദേശങ്ങളെയും ജപ്പാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു ആക്രമണം ജപ്പാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് 1941 ഡിസംബർ മാസം 7-ാം തീയതിയാണ്. നിങ്ങൾ അമേരിക്കയുടെ ഹവായ് ഐലൻഡുകൾ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അമേരിക്കൻ വൻകരയിൽ നിന്ന് വിട്ടുമാറി ഇന്നത്തെ പസഫിക് സമുദ്രത്തിൽ കിടക്കുന്ന ഒരു അമേരിക്കൻ സംസ്ഥാനമാണ് ഹവായ്. ഈ ഹവായ് ദ്വീപിലുള്ള ഒരു അമേരിക്കൻ തുറമുഖമാണ്, നേവൽ ബേസ് ആയിരുന്നു പേൾ ഹാർബർ. 1941 ഡിസംബർ 7-ന് ജപ്പനീസ് നാവികസേന ഈ തുറമുഖം ആക്രമിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഈ ആക്രമണം അമേരിക്കയ്ക്ക് സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ ചെറുതല്ലായിരുന്നു. ഈ പേൾ ഹാർബർ ആക്രമണത്തിൻ്റെ പിറ്റേന്ന് അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുകയും
ആ സമ്മേളനത്തിൽ ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പേൾ ഹാർബർ അറ്റാക്ക് നടക്കുന്നത് വരെ ആ സഖ്യകക്ഷികൾക്ക് സൈനിക സഹായം മാത്രം നൽകിക്കൊണ്ടിരുന്നതാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അവർ ഔദ്യോഗികമായി രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കടന്നു വരുന്നത് പേൾ ഹാർബർ അറ്റാക്കിന് ശേഷമാണ്. അമേരിക്ക ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതോടെ ജപ്പാന്റെ സഖ്യകക്ഷികളായിട്ടുള്ള ജർമ്മനിയും ഇറ്റലിയും അമേരിക്കയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിക്കും ഇറ്റലിക്കും നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം തീവ്രമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. 1941 റൂസ്വെൽറ്റിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്ക ഒരു അറ്റോമിക് പ്രോഗ്രാം തുടങ്ങിയ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ ഒരു പ്രോഗ്രാം പരിണമിച്ചാണ് പിന്നീട് മാൻഹാട്ടൻ പ്രൊജക്ട് എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹകരണത്തോടെ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെ ഒരു ആണവായുധം നിർമ്മിക്കുക എന്നുള്ള പ്രോഗ്രാമിന് അമേരിക്ക നേതൃത്വം നൽകുന്നു. അതാണ് മാൻഹാട്ടൻ പ്രൊജക്ട് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അമേരിക്കയിലെ ന്യൂയോർക്കിലെ മാൻഹാട്ടൻ നഗരം ആസ്ഥാനമാക്കിയിട്ടുള്ള ഈ ഒരു പ്രൊജക്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു പ്രൊജക്ട് വൈ അല്ലെങ്കിൽ ലോസ് അലാമോസ് ലബോറട്ടറി. ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബുകൾ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൊജക്ട് വൈയുടെ ഉദ്ദേശം. ഈ പ്രൊജക്ടിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു സാക്ഷാൽ ജൂലിയസ് റോബർട്ട് ഓപ്പൻഹൈമർ. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൻഹൈമറിന്റെ ജീവിതകഥ 2023 പുറത്തിറങ്ങിയ നോലാൻ ചിത്രമായ ഓപ്പൻഹൈമറിലൂടെ ലോകം കണ്ടതാണ്. ഈ മാൻഹാട്ടൻ പ്രൊജക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് 1945 ജൂലൈ 16 അതാണ് ട്രിനിറ്റി ടെസ്റ്റ്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പ്ലൂട്ടോണിയം ബോംബ് ഉപയോഗിച്ച് US ആർമി നടത്തിയ ആദ്യത്തെ ആണവായുധ സ്ഫോടനമാണ് ട്രിനിറ്റി ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റിന് ട്രിനിറ്റി എന്നുള്ള പേര് നൽകിയതും ഓപ്പൻഹൈമറാണ്. പിന്നീട് മാൻഹാട്ടൻ പ്രൊജക്ടിന് കീഴിൽ യുറേനിയം 235, പ്ലൂട്ടോണിയം 239 എന്നീ ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു കണ്ടുപിടുത്തമാണ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച ലിറ്റിൽ ബോയ്, ഫാറ്റ്മാൻ എന്നീ ബോംബുകളിലേക്ക് നയിക്കുന്നത്. നമുക്കിനി ജപ്പാൻ എന്നുള്ള ഒരു രാജ്യത്തിലേക്ക് വരാം. ഏഷ്യയുടെ കിഴക്ക് ഭാഗത്ത് പസഫിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് ജപ്പാൻ. വടക്കു നിന്നും തെക്കോട്ടേക്ക് ഹൊക്കൈഡോ, ഹോൻഷു, ഷിക്കോക്കു, ക്യൂഷു പിന്നെ ഒക്കിനാവ എന്നീ 5 പ്രധാനപ്പെട്ട ദ്വീപുകൾ ചേർന്നതാണ് ജപ്പാൻ. ഇതിൽ ഹോൻഷു ദ്വീപിലെ ഒരു പ്രധാന നഗരമായിരുന്നു ഹിരോഷിമ. ക്യൂഷു ദ്വീപിലെ ഒരു നഗരമായിരുന്നു നാഗസാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം കണ്ട ഒരു വർഷമാണ് 1945. എന്നാൽ ഇതിന്റെ സൂചനകൾ കുറച്ചു മുന്നേ കിട്ടി തുടങ്ങിയിരുന്നു. 1943 ജൂലൈ മാസം ബെനിറ്റോ മുസോളിനിയുടെ കീഴിലുള്ള ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ഇറ്റലിയിൽ നിലം പതിക്കുന്നുണ്ട്. അന്ന് ബെനിറ്റോ മുസോളിനിയെ രക്ഷിക്കുന്നത് ഹിറ്റ്ലറിന്റെ കീഴിലുള്ള നാസി ജർമ്മനിയാണ്. എന്നാൽ 1945 ഏപ്രിൽ 28 ബെനിറ്റോ മുസോളിനി കൊല്ലപ്പെടുന്നുണ്ട്. കൃത്യം 2 ദിവസം കഴിഞ്ഞ്, അതായത് ഏപ്രിൽ 30 ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതായത് അച്ചുതണ്ട് സഖ്യത്തിലെ ജർമ്മനിയും ഇറ്റലിയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ജപ്പാനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 1945 ഏപ്രിൽ മാസത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് മരണപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റായി വന്ന വ്യക്തിയാണ് ഹാരി എസ് ട്രൂമാൻ. ഈ ജപ്പാനെ തോൽപ്പിക്കാനായി ഹാരി എസ് ട്രൂമാന് മുന്നിൽ പല മാർഗങ്ങളുണ്ടായിരുന്നു. പരമ്പരാഗത യുദ്ധമാർഗങ്ങളിലൂടെ ജപ്പാനെ ആക്രമിക്കാതെ അത്യാവശ്യം ജനവാസമുള്ള ജപ്പാനിലെ ഒരു പ്രദേശത്ത് ആറ്റം ബോംബ് പ്രയോഗിക്കാനും അതുവഴി ജപ്പാനെ കീഴടക്കാനും ഹാരി എസ് ട്രൂമാനും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളും തീരുമാനിക്കുന്നു. ഇനി നമുക്ക് ഹിരോഷിമയിലേക്ക് വരാം. ജപ്പാന്റെ വ്യാവസായിക സൈനിക പ്രാധാന്യമുള്ള ഒരു ചെറു നഗരമായിരുന്നു ഹിരോഷിമ എന്ന് പറയുന്നത്. ഏകദേശം 40,000-ഓളം ജാപ്പനീസ് പട്ടാളക്കാർ ഉൾപ്പെടെ 3.5 ലക്ഷത്തോളം ജനങ്ങളുടെ വാസസ്ഥലമായിരുന്നു അന്ന് ഹിരോഷിമ. ഇനി നമുക്ക് സംഭവബഹുലമായ ആ ദിവസത്തിലേക്ക് വരാം. 1945 ഓഗസ്റ്റ് 6. 1945 ഓഗസ്റ്റ് 6 കേണൽ പോൾ ടിബറ്റ്സ് പൈലറ്റായ അമേരിക്കയുടെ ബോംബർ വിമാനം ഹിരോഷിമ നഗരത്തിന് മുകളിലെത്തുന്നു. ആ വിമാനത്തിന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരായിരുന്നു എനോള ഗേ. ഈ എനോള ഗേയിൽ ഏകദേശം 4400 കിലോഗ്രാം ഭാരമുള്ള ഒരു യുറേനിയം ബോംബ് ഉണ്ടായിരുന്നു. ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട ഈ ആറ്റം ബോംബിൽ ഏകദേശം 64 കിലോഗ്രാം യുറേനിയം ഉണ്ടായിരുന്നു. അങ്ങനെ ഹിരോഷിമയിൽ ഏകദേശം രാവിലെ 8:15 9467 മീറ്റർ ഉയരത്തിൽ നിന്നും ലിറ്റിൽ ബോയ് താഴേക്ക് പതിക്കുന്നുണ്ട്. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ഏകദേശം 1.5 ലക്ഷത്തോളം സാധാരണക്കാരാണ് ഹിരോഷിമ നഗരത്തിൽ ചുട്ടെരിഞ്ഞത്. അങ്ങനെ ലോകത്തെ ആദ്യത്തെ അണുബോംബ് ആക്രമണത്തിൽ ജപ്പാൻ വല്ലാതെ പകയ്ക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഇതുകൊണ്ട് നിർത്തുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ജപ്പാൻ നഗരത്തെ അവർ ടാർഗറ്റ് ചെയ്യുന്നു. 1945 ഓഗസ്റ്റ് 9 അമേരിക്ക നാഗസാക്കിയിൽ രണ്ടാമത്തെ അണുബോംബ് വർഷിക്കുന്നുണ്ട്. ഫാറ്റ്മാൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബാണ് നാഗസാക്കിയെ തകർത്തത്.
ചാൾസ് സ്വീനി എന്ന അമേരിക്കൻ പൈലറ്റ് നയിച്ച ബോക്സ്കാർ എന്ന ബോംബർ വിമാനത്തിൽ നിന്നുമാണ് ഈ ആക്രമണം നടത്തിയത്. ഏകദേശം 80,000-ഓളം മനുഷ്യജീവനുകളാണ് നാഗസാക്കിയിലെ ദുരന്തത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ ഫാറ്റ്മാൻ ആദ്യം ലക്ഷ്യം വെച്ചത് നാഗസാക്കി ആയിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ജപ്പാനിൽ കൊക്കൂറ എന്നൊരു നഗരം ഉണ്ടായിരുന്നു. ഈ കൊക്കൂറ നഗരത്തിലെ ആയുധ സംഭരണശാലയായിരുന്നു ഇവരുടെ ആദ്യ ലക്ഷ്യം. എന്നാൽ കൊക്കൂറ നഗരത്തിലെ വ്യവസായശാലകളിൽ നിന്ന് ഉയർന്നു വന്ന പുകയും മോശം കാലാവസ്ഥയും കാരണം ചാൾസ് സ്വീനിക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ദൗത്യം നാഗസാക്കിയിലേക്ക് മാറിയത്. അതായത് കൊക്കൂറയുടെ ഭാഗ്യം നാഗസാക്കിയുടെ ദൗർഭാഗ്യമായി മാറി. ഹിരോഷിമയും നാഗസാക്കിയും കൂടാതെ ജപ്പാനിലെ മറ്റു പല നഗരങ്ങളും ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആക്രമണങ്ങൾ ജപ്പാന്റെ പോരാട്ടവീര്യം തകർത്തിരുന്നു. അവരുടെ ചക്രവർത്തിയായിരുന്ന എംപറർ ഹിരോഹിത്തോ ഓഗസ്റ്റ് 15, 1945 കീഴടങ്ങൽ പ്രഖ്യാപിക്കുന്നു. തൊട്ടടുത്ത മാസം സെപ്റ്റംബർ 2 ഈ കീഴടങ്ങൽ ജപ്പാൻ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കുന്നുണ്ട്. ലോകത്ത് ഇന്ന് വരെയുള്ള ഏക ആണവായുധ ആക്രമണമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്നത്. മാനവരാശി കണ്ട ഏറ്റവും വലിയ ആണവ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത് നിമിഷാർദ്ധത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. അന്ന് മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ പിൻതലമുറക്കാരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ പിന്നീട് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്ന് മരണപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അണുബോംബ് ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരിൽ ഏറിയ പങ്കും സാധാരണക്കാരാണ്. ഒരു വശം മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജപ്പാനീസ് മിലിറ്ററിയുടെ ആക്രമണ സമയത്ത് അവരുടെ ടോർച്ചറിൽ കൊല്ലപ്പെട്ട ഒരുപാട് സാധാരണക്കാര ജനങ്ങൾ വേറെയുണ്ട്. അതായത് ഒന്ന് വളരെ കൃത്യമാണ്, ഒരു യുദ്ധത്തിൽ ഒരിക്കലും കൃത്യമായ ഒരു വിജയിയില്ല. നാശനഷ്ടങ്ങളുടെ കണക്കെടുത്താൽ ഏറെക്കുറെ എല്ലാവർക്കും നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉടനെ ഉണ്ടാകുമോ എന്നൊരു പേടി നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് പല സൈഡുകളിൽ പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കൊറിയൻ യുദ്ധം, വിയറ്റ്നാം യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം, ഇതൊക്കെ അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. എന്നാൽ ഈ യുദ്ധങ്ങളൊന്നും ഒരിക്കൽ പോലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ മറ്റൊരു ആണവ യുദ്ധത്തിലേക്കോ നയിച്ചിട്ടില്ല. ലോകത്ത് നിലവിൽ ചെറുതും വലുതുമായി 13,400-ലധികം ആണവായുധങ്ങൾ ഉണ്ട്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ഫ്രാൻസ്, ചൈന, യുണൈറ്റഡ് കിങ്ഡം, പാകിസ്ഥാൻ, ഇന്ത്യ, ഇസ്രായേൽ, നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളുടെ കൈവശമാണ്. ഈ രാജ്യങ്ങളെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ മിക്കവാറും 2 വശങ്ങളിൽ നിൽക്കുന്നവരാണ് ഈ ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ. അതായത് ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും, ഇനിയൊരു ലോകമഹായുദ്ധം അല്ലെങ്കിൽ ആണവ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒന്നും തന്നെ അവശേഷിക്കില്ല. 1945-ലെ ലോസ് അലാമോസിലെ ട്രിനിറ്റി ടെസ്റ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഈ ട്രിനിറ്റി ടെസ്റ്റിന് ശേഷം തൻ്റെ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയി എന്നറിഞ്ഞപ്പോൾ റോബർട്ട് ഓപ്പൻഹൈമർ ഭഗവത്ഗീതയിൽ നിന്നും ഒരു വചനം എടുത്തു പറഞ്ഞു. ഈ വാക്കുകൾ സത്യമാണെന്ന് ഹിരോഷിമയും നാഗസാക്കിയും പിന്നീട് തെളിയിച്ചതാണ്. ഓരോ തവണയും യുദ്ധം വേണമെന്നും ആണവായുധം പ്രയോഗിക്കണമെന്നും മുറവിളി കൂട്ടുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് മാനവരാശിയെ എന്നേക്കുമായി നശിപ്പിക്കും. നമ്മളെ തിരിച്ച് സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗത്തിലേക്ക് അത് കൊണ്ടുപോകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കല്ലും വടിയും ഉപയോഗിച്ചായിരിക്കും ഒരു 4ാം ലോക മഹായുദ്ധത്തിൽ മനുഷ്യൻ പങ്കെടുക്കുക. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനിയൊരു ആണവ ലോകമഹായുധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. അറൗണ്ട് ദ വേൾഡ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.